നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ജെ ജെ പാത്ത് ഫൈൻഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്റ്റാൻഡിംഗ് ഹാലജൻ ഹീറ്ററാണ്. ഇത് സ്റ്റാൻഡിംഗ് ഹാലജൻ ഹീറ്റർ. ഇതിന് ടോട്ടൽ 3 റോഡാണുള്ളത്. 1, 2, 3. ഈ 3 റോഡ് ടോട്ടൽ 1200 വാട്ടാണ് ഇതിൻ്റെ പവർ. അപ്പം ഇതിൻ്റെ ടോട്ടൽ കംപ്ലീറ്റ് കണക്ഷൻ, ഇതിൻ്റെ കണക്ഷൻ, അതുപോലെ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ് എളുപ്പമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ ഇതിൻ്റെ ലെഗ് ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ലെഗ്. ഇത് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഇത് കണ്ടോ, സ്വിച്ചോട് കൂടിയുള്ള കവറുണ്ട്, ഇത് ഞാൻ മാറ്റി. അതിനുശേഷം ഇത് കണ്ടോ, ഇതിൻ്റെ കുറച്ച് സ്ക്രൂ ഒക്കെ ഉണ്ട് സൈഡിൽ കൂടെ, താഴെയും കുറച്ച് സ്ക്രൂ ഒക്കെ ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ആക്കി, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് ഈ ജാളിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. ഈ രീതിയിൽ ഇങ്ങനെ ജാളിയെല്ലാം റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ടോട്ടലായിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് നമുക്ക് 3 റോഡുണ്ട്. ഇത് നമ്മുടെ താഴത്തെ റോഡ്, ഹാലജൻ റോഡ്, രണ്ടാമത്തെ ഹീറ്റിംഗ് റോഡ്, മിഡിലത്തെ റോഡ്, ഇത് നമ്മുടെ മുകളിലത്തെ മൂന്നാമത്തെ റോഡ്. അപ്പോൾ ഇങ്ങനെ 3 റോഡുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് ഇത് കണ്ടോ, ഒരു മോട്ടർ കാണാൻ സാധിക്കും. ഇത് സ്വിങ് മോട്ടറാണ്. അതായത് നമുക്ക് ഈ ഹീറ്റർ ഇങ്ങനെ 2 സ്ഥലത്തേട്ടും ഇങ്ങനെ സ്വിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, സ്റ്റാൻഡായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്വിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉള്ള മോട്ടറാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇവിടെ 4 സ്വിച്ചാണുള്ളത്. ടോട്ടൽ 4 സ്വിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ റോഡ്, ഈ കറുത്ത് കിടക്കുന്നുണ്ട്, ഇത് മുകളിൽ കറുപ്പിച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇത് 1ാമത്തെ റോഡ് തെളിക്കാൻ വേണ്ടിയുള്ള സ്വിച്ച്. ഇത് മിഡിലത്തെ റോഡ് തെളിക്കാൻ വേണ്ടിയുള്ള സ്വിച്ച്. 400 വാട്ടാണ് ഓരോ റോഡും. ഇത് താഴത്തെ റോഡ് തെളിക്കാനുള്ള സ്വിച്ച്. ഇതെല്ലാം പുഷ് ബട്ടണാണ്. ഇങ്ങനെ നമുക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വിങ് ചെയ്യാൻ, അതായത് ഈ ടോട്ടലായിട്ടുള്ള ഈ ഹീറ്റർ സ്റ്റാൻഡായിട്ടിരിക്കുമ്പം രണ്ടിടത്തായിട്ടും ഇങ്ങനെ സ്വിങ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സ് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ സപ്ലൈ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ പവർ പ്ലഗ്. ഈ കാണുന്നതാണ് നമ്മുടെ പവർ പ്ലഗ്. ഇതിൻ്റെ അകത്തുനിന്ന് 3 ടെർമിനലാണ് ഉള്ളത്: ഫേസ്, ന്യൂട്രൽ, എർത്ത്. അപ്പം അതിങ്ങനെ ഇതിൽ കൂടെ ഇന്നാവുകയാണ്. ഇതിൽ കൂടെ ഇന്നായി കഴിഞ്ഞിട്ട് ഇതാണ് ഇങ്ങനെ കറങ്ങുന്ന റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അപ്പം ഇതിൻ്റെ അകത്തോടെ ഇന്നായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന 3 വയറാണ് ഇവിടുന്ന് ഔട്ടാകുന്നത്. ഒരു ബ്ലൂ വയർ, രണ്ടാമത്തത് യെല്ലോ വയർ, മൂന്നാമത്തത് റെഡ് വയർ. നമുക്ക് ആദ്യമേ എർത്ത് നോക്കാം. അപ്പോൾ എർത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ വയർ കംപ്ലീറ്റ് ആവും അതിൻ്റെ സീരീസ്. ആദ്യമേ ഈ യെല്ലോ വയർ എർത്താണ്. എർത്ത് നേരിട്ട് ബോഡിയായിട്ട് കൊടുത്തേക്കുന്നു. ഇതുണ്ടോ, എർത്ത് നേരിട്ട് ഇങ്ങനെ കറങ്ങി ബോഡിയായിട്ട് കൊടുത്തേക്കുന്നു. അപ്പോൾ ആ എർത്തിൻ്റെ കണക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ ഇനി നെഗറ്റീവ്, ന്യൂട്രൽ. ഈ ബ്ലൂ വയർ നമുക്ക് 3 എത്ര എക്യുപ്മെൻ്റ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് ന്യൂട്രൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂട്രൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നാമതായിട്ട് നമുക്ക് മോട്ടറിന് ന്യൂട്രൽ കൊടുത്തു. അതായത് ഇവിടെ നിന്ന് ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ ഈ റെഡ് വയർ ഉപയോഗിച്ച് മോട്ടറിന് ന്യൂട്രൽ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി 3 റോഡിന് ന്യൂട്രൽ കൊടുക്കണം. അപ്പം ഇവിടെ നിന്ന് അടുത്ത് ബൈപ്പാസ് ചെയ്ത് ഇത് കണ്ടോ, 1ാമത്തെ റോഡിൻ്റെ ഒരു സൈഡിലെത്തി. അതുപോലെ തന്നെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് 2ാമത്തെ റോഡിൻ്റെ അടുത്ത സ്ഥലത്തെത്തി. അതുപോലെ തന്നെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് 3ാമത്തെ റോഡിൻ്റെ ഒരു സൈഡിലെത്തി. അപ്പോൾ ഈ 3 സൈഡിലും ന്യൂട്രൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ മോട്ടറിന് ന്യൂട്രൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോൾ ഫേസ് എത്തുന്നോ അടുത്ത എൻഡിൽ ഈ ഓരോ റോഡും തെളിയാൻ തുടങ്ങും. അതുപോലെ തന്നെ എപ്പോൾ ഫേസ് എത്തുന്നോ ഈ മോട്ടറിൽ ഈ ഫേസും കറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്കിനി ഫേസിൻ്റെ വയർ നോക്കാം. ഇതാണ് മെയിൻ. ഇനി ബാക്കിയുള്ളതാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം. നമുക്കിതൊന്ന് ഇച്ചിരി ചരിച്ചു വെക്കാം. ഈ ഫേസ് വയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. റെഡ് വയറാണ്. റെഡ് വയർ ഇങ്ങനെ പോയി റെഡ് വയർ അതിൽ കൂടെ ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് നമ്മുടെ ഈ ഫസ്റ്റ് റോഡിൻ്റെ സ്വിച്ചിൻ്റെ ഇന്നാണ് ഈ കാണുന്നത്. അതായത് ഈ സ്വിച്ചിൻ്റെ ഇന്ന് നമ്മുടെ ഏറ്റവും മുകളിലത്തെ റോഡിൻ്റെ സ്വിച്ചാണിത്. ഇതിൻ്റെ ഈ ഫസ്റ്റ് ടെർമിനലിൽ നമുക്ക് പോസിറ്റീവ് സപ്ലൈ ഇന്നാകും. നമ്മൾ എപ്പോഴാണോ ഹീറ്ററിൻ്റെ ഈ സ്വിച്ച് ഓൺ ആക്കുന്നത്, ഈ സ്വിച്ച് എപ്പോഴാണോ നമ്മൾ പ്രസ് ചെയ്യുന്നത്, ഈ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ താഴെ കൂടെ ഇത് ഔട്ടാകും. സപ്ലൈ ഔട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടിടത്തായിട്ടാണ് പോകുന്നത്. ഒന്നാമത്തത് നേരിട്ട് നമുക്ക് ഹീറ്ററിൻ്റെ റോഡിലേക്ക് പോകും.
ഇതിൽ കൂടെ ഇങ്ങനെ ഈ റെഡ് വയർ ഉപയോഗിച്ച് കണ്ടോ, ഈ റെഡ് വയർ നേരിട്ട് ഈ ഹീറ്ററിൻ്റെ ഏറ്റവും മുകളിലത്തെ ഹീറ്ററിൻ്റെ ഒരു സൈഡിലെത്തും. ഒരു സൈഡിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ഓൾറെഡി ഇവിടെ നമുക്ക് നെഗറ്റീവ് ഈ ബ്ലൂ വയർ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റർ കത്താൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കിത് ഒന്നാമത്തെ റോഡിൻ്റെ കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒന്നാമത്തെ പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് താഴേന്ന് ഔട്ട്പുട്ടായിട്ട് ഈ സ്വിച്ചിൻ്റെയും കീഴിൽ ചെല്ലും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇത് കണ്ടോ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് അടുത്ത സ്വിച്ചിൻ്റെയും കീഴിലേക്ക് ചെല്ലും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ മൂന്നാമത്തെ സ്വിച്ചിൻ്റെയും കീഴിൽ ചെല്ലും. അപ്പം എല്ലാ സ്വിച്ചിലും ഈ ഒന്നാമത്തെ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാ സ്വിച്ചിൻ്റെയും താഴെ ഇന്നാവും സപ്ലൈ. അതിനുശേഷം നമ്മൾ മിഡിലത്തെ റോഡാണ് ഇപ്പോൾ ഓൾറെഡി മേളത്തെ റോഡ് തെളിയുന്നുണ്ട്. അപ്പം മിഡിലത്തെ റോഡും കൂടെ തെളിക്കണമെങ്കിൽ ഇതേലൊന്നും കൂടെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ താഴെ സപ്ലൈ എത്തിയിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ റോഡും തെളിയുന്നുണ്ട്. അപ്പം ഈ മിഡിലത്തേത് തെളിക്കണമെങ്കിൽ അതിൽ പുഷ് ബട്ടണിൽ ഞെക്കി കഴിയുമ്പോൾ ഈ ബ്ലൂ വയറിൽ കൂടെ നേരെ പോയി കണ്ടോ, ബ്ലൂ വയറിൽ കൂടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ നമ്മുടെ മിഡിലത്തെ റോഡിൻ്റെ ഒരു സൈഡിലെത്തും. അപ്പം ഓൾറെഡി ഇപ്പുറ സൈഡിൽ നമുക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ട്. ഈ രണ്ടാമത്തെ മിഡിൽ റോഡും തെളിയാൻ തുടങ്ങും. അപ്പം അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ താഴത്തെ റോഡും കൂടെ തെളിക്കണമെങ്കിൽ മൂന്നാമത്തെ റോഡ് ഞെക്കുക. മൂന്നാമത്തെ റോഡ് ഞെക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി താഴെ നമുക്ക് ആദ്യത്തെ റോഡിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോസിറ്റീവ് സപ്ലൈ ഈ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വൈറ്റ് വയറിൽ കൂടെ ഔട്ടായിട്ട് നേരിട്ട് ഇങ്ങനെ ഇതുണ്ടോ നമ്മുടെ മൂന്നാമത്തെ റോഡിൻ്റെ കീഴിലെത്തും. ഇതുണ്ടോ മൂന്നാമത്തെ റോഡിൻ്റെ വയറിൻ്റെ കീഴിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ ഓൾറെഡി നെഗറ്റീവ് കിട്ടുന്നുണ്ട്. അപ്പം അത് മൂന്നാമത്തെ റോഡും തെളിയും. എപ്പോഴും നമ്മൾ ആദ്യമേ ഒന്നാമത്തെ റോഡ് തെളിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഒന്നാമത്തെ റോഡ് തെളിയുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സ്വിച്ചിൻ്റെയും താഴെ സപ്ലൈയും എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് എപ്പോഴും തെളിഞ്ഞ് തന്നെ ഇരിക്കും. അപ്പം രണ്ട് ചെക്കി കഴിഞ്ഞാൽ മിഡിലത്തെ തെളിയും, ഇത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ തെളി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് തെളിക്കാൻ സാധിക്കുന്നതാണ്. വേണമെങ്കിൽ മൂന്നും ഒന്നിച്ച് തെളിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മോട്ടോർ സ്വിങ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ താഴത്തെ സ്വിങ് പുഷ് ബട്ടണിൽ ഞെക്കുക. ഇതിൽ ഞെക്കി കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ താഴത്തെ ഈ സ്വിച്ചാണ് സ്വിങ്ങിൻ്റെ. ഈ എല്ലാ വയറിൽ കൂടെ ഇങ്ങനെ ഔട്ടായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ എല്ലാ വയറിൽ കൂടെ മോട്ടറിലെത്തും. അത് കഴിഞ്ഞിട്ട് മോട്ടർ കറങ്ങാൻ തുടങ്ങും. ഈ പത്തി ഇവിടെ ആയിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വിങ് ചെയ്യിപ്പിക്കാൻ തുടങ്ങും നമ്മുടെ ഹീറ്ററിനെ. ഇപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായത്. ഞാൻ ഒരു ഡയഗ്രാമായിട്ടും കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പം ഇത് ചെക്ക് ചെയ്യണമോ നമുക്ക് ഈ പവർ പ്ലഗ് കണക്ട് ചെയ്തിട്ട് ആദ്യമേ നമ്മുടെ പവർ പ്ലഗിൻ്റെ സർവീസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ വരുന്ന ഈ ബ്ലൂയിലും ഈ റെഡ് വയറിലും ഒരു ടെസ്റ്റ് ലാമ്പ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൾബ് തെളിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരെയുള്ള സർക്യൂട്ട് ഓക്കെയാണ്. അപ്പം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഞെക്കാനൊരു ഒരു പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഞെക്കിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ താഴെ നിന്നുള്ള ഫേസ് സപ്ലൈ നമുക്ക് ഇതിൽ കൂടെ കയറി വരത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഇതിങ്ങനെ ഊരി വെച്ചിരിക്കുമ്പം ഇതൊന്നും വർക്കാകത്തില്ല. ഇത് വർക്കാണെങ്കിൽ ഇതെപ്പോഴും പ്രസ്സായിട്ട് തന്നെ ഇരിക്കണം ഈ താഴത്തെ, എങ്കിൽ മാത്രമേ ഈ താഴെ നിന്ന് നമുക്ക് ഫേസ് സപ്ലൈ കയറി വരുള്ളൂ. അതൊരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പുഷ് ബട്ടൻ്റെയും ഔട്ട് സപ്ലൈ ചെക്ക് ചെയ്യുക. പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പം ഓരോ പുഷ് ബട്ടണിൽ നിന്നും ഔട്ട് ആവുന്നുണ്ടോ സപ്ലൈ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ ടെസ്റ്റർ തെളിയുന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പം ഈ ബ്ലൂ വയറിലും ടെസ്റ്റർ ഔട്ട് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പം ഈ യെല്ലോ വയറിനും ഇവിടെയും ടെസ്റ്റർ തെളിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതും ഈ പുഷ് ബട്ടനും ഓക്കെയാണ്. അങ്ങനെ ഓരോ പുഷ് ബട്ടണും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഈ ടെസ്റ്റ് ലാമ്പ് ഇത് കണ്ടോ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പുഷ് ബട്ടൺ ഞെക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഈ സ്വിച്ചിൻ്റെ സർവീസിബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ ഇങ്ങനെ ടെസ്റ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ടെസ്റ്റർ തെളിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ സ്വിച്ച് വർക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ ഹീറ്ററിൻ്റെ ഓരോ ഇൻ പോയിന്റിലും നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ടെസ്റ്റർ വെച്ച്. അപ്പം ഇങ്ങനെ ടെസ്റ്ററിൽ ഇൻ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടം വരെ കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് എത്തുന്നുണ്ട്. ഓരോ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടെസ്റ്റ് ലാമ്പ് വെച്ച് ഓരോ ഇടത്തും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതുപോലെ നമ്മൾ ലാസ്റ്റ് ഈ റോഡ് ഇവിടെ ഫേസ് വരുന്നുണ്ട്, ഇവിടെ ന്യൂട്രലും ജോയിൻ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടും നമ്മുടെ
റോഡ് തെളിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ടിടത്തും ഇവിടെ ഒരു ടെസ്റ്റ് ലാമ്പ്, നമുക്ക് ഒരു AC ടെസ്റ്റ് ലാമ്പ് ഇവിടെയും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സ്വിച്ചും കാര്യങ്ങളും വയറും എല്ലാം നമുക്ക് സർവീസബിൾ ആണോ എന്നറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ റോഡ് കംപ്ലൈൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ റോഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടതായിട്ട് ഉള്ളതാണ്. ഞാനിന്ന് ജസ്റ്റ് തെളിച്ച് കാണിച്ചു തരാം. പിന്നെ ഈ റോഡ് ഊരുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ റോഡ് ഇങ്ങനെ ഒരു സ്പ്രിങ് ആണ് രണ്ടിടത്തും, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഞെക്കി നമുക്ക് ഈ റോഡ് ഇങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഫിലമെൻറ്റ് പോലെയുള്ള ഒരു കോയിലാണുള്ളത്. അപ്പോൾ ഈ കോയിലിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് രണ്ടിടത്തും ചെക്ക് ചെയ്തും ഇത് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് അറിയാം. കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഇത് ബ്രേക്ക് ആവും ഇതിൻ്റെ അകത്തെ കോയിൽ, അതിനുശേഷം വർക്കാകാതിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന്. അപ്പം ഞാനിതൊന്ന് തെളിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ഓണാക്കാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും മുകളിലത്തെ കോയിലാണ് നമ്മൾ ഇപ്പം ഓണാക്കാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഓണായിട്ടിരിക്കും നമ്മൾ തെളിച്ച് കഴിയുമ്പം. അപ്പം നമുക്ക് ബാക്കി നമ്മുടെ 2 റോഡും കംപ്ലൈൻ്റ് ആണ്. ഈ 2 റോഡ് നമുക്ക് മാറി വെക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഹീറ്റർ അഴിച്ചത്. അപ്പം ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഇത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇത് സർവീസബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് റോഡ് ശരിയായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രത്തിൽ എങ്ങനെ കണക്ഷൻ എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പേപ്പറിൽ ഇതിൻ്റെ ഡയഗ്രം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ അത് നമ്മുടെ 3 സ്വിച്ചാണിത്. ഇത് സ്വിങ് സ്വിച്ച്, ഇത് ഡൗൺ റോഡ് തെളിക്കാനുള്ള സ്വിച്ച്, ഇത് മിഡിൽ റോഡ് തെളിക്കാനുള്ള സ്വിച്ച്, ഇത് അപ്പ് റോഡ് മുകളിലത്തെ റോഡ് തെളിക്കാനുള്ള സ്വിച്ച്. അതുപോലെ തന്നെ ഇവിടെ ഒരു മോട്ടറുണ്ട്. ഇത് സ്വിങ് മോട്ടറാണ്. അതുപോലെ തന്നെ പവർ പ്ലഗ്. ഇത് റോഡ് 1, റോഡ് 2, റോഡ് 3. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എർത്ത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം. എർത്ത് ഇവിടെ നിന്ന് നേരിട്ട് പോയി ഇത് നമ്മുടെ ഹീറ്ററിൻ്റെ ബോഡിയായിട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ന്യൂട്രൽ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ന്യൂട്രൽ നമുക്ക് 4 ഇടത്തായിട്ടാണ് പോകുന്നത്. ഒന്നാമത്തത് ആ ജോയിൻറ്റിൽ നിന്ന് മോട്ടറിലേക്ക് പോയി, മോട്ടറിന് നെഗറ്റീവ് കിട്ടി. അടുത്തത് ഈ ജംഗ്ഷനിൽ നിന്ന് ഈ 3 റോഡിലേക്ക് നമ്മുടെ ന്യൂട്രൽ എത്തുന്നുണ്ട്. ഇങ്ങനെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് 3 റോഡിന് നമുക്കിവിടെ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫേസ് സപ്ലൈ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ ഫേസ് എടുത്തതിന് ശേഷം ഈ ഫേസ് നമുക്ക് ആദ്യമേ ഈ അപ്പ് സ്വിച്ചിൻ്റെ ഇൻസൈഡിൽ നമ്മൾ കണക്ട് ചെയ്യാം. ഇൻസൈഡുമായിട്ട് നമുക്ക് ഈ ഫേസ് കണക്ട് ചെയ്തു. അപ്പോൾ ഫേസ് ഈ രീതിയിൽ ഇങ്ങനെ ഈ അപ്പ് റോഡിൻ്റെ ഇൻസൈഡിൽ ഇന്നാവും. അതിനുശേഷം ഈ പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഈ മുകളിലത്തെ റോഡ് 1ലേക്ക് സപ്ലൈ എത്തും. അപ്പോൾ റോഡ് 1 തെളിയാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബാക്കിയുള്ള 3 സ്വിച്ചിലേക്കും, ഈ മിഡിൽ സ്വിച്ചിലേക്കും, അതുപോലെ തന്നെ മിഡിൽ സ്വിച്ചിൽ നിന്ന് സ്വിങ് സ്വിച്ചിലേക്കും, അതുപോലെ തന്നെ ഈ ഡൗൺ സ്വിച്ചിലേക്കും ഇവിടെ നിന്നൊരു സപ്ലൈ പോകും. അപ്പോൾ എല്ലായിടത്തും ഒരു സൈഡിൽ ഇന്നാവും. അപ്പോൾ നമ്മളിനി മിഡിൽ റോഡ് തെളിക്കണമെങ്കിൽ ഈ മിഡിലത്തെ പുഷ് ബട്ടൺ ഞെക്കും. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഔട്ടായി നമ്മുടെ മിഡിൽ റോഡിൽ സപ്ലൈ എത്തുന്നതാണ്. അതിനുശേഷം നമ്മുടെ മിഡിൽ റോഡ് തെളിയാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ ഡൗൺ റോഡാണ് തെളിക്കേണ്ടതെങ്കിൽ ഈ പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പം ഇതിൽ കൂടെ ഇന്നായിട്ടിരിക്കുന്നുണ്ട് സപ്ലൈ ഔട്ടായിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് ഈ ഡൗൺ റോഡിൽ എത്തും. അപ്പം ഈ രീതിയിൽ നമ്മുടെ 3ാമത്തെ റോഡും ഇങ്ങനെ തെളിയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഈ 3 പുഷ് ബട്ടൺ ഉപയോഗിച്ച് ഈ രീതിയിൽ 3 റോഡും തെളിയും. അപ്പം ഈ സ്വിങ് സ്വിച്ചിലും ഓൾറെഡി പോസിറ്റീവ് സപ്ലൈ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹീറ്റർ സ്വിങ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഔട്ടായിട്ട് പുഷ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഔട്ടായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ
മോട്ടറിലേക്ക് ആ സപ്ലൈ എത്തുന്നതാണ്. ഈ രീതിയിൽ ഇതിൽ കൂടെ വന്ന് ഈ മോട്ടറും കറങ്ങാൻ തുടങ്ങുന്നതാണ്. അപ്പം ഈ രീതി ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ കംപ്ലീറ്റ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഹാലോജൻ ഹീറ്റർ ചെക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ടെസ്റ്റ് ലാമ്പ് അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതലായിട്ടും ഇതിൻ്റെ റോഡാണ് കംപ്ലൈൻ്റ് ആകുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ റോഡ് റീപ്ലേസ് ചെയ്തിടുക മാർക്കറ്റിൽ നിന്ന്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ആരുടെയും കയ്യിൽ കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. AC ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെസ്റ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതിന് ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.